ഇനി അങ്ങോട്ട് നമ്മൾ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള പുതിയ ജീവിതം ആരംഭിക്കാൻ പോവല്ലേ? കാണാം. ആ പഞ്ചസാര കുറവൊന്നുമില്ലല്ലോ. എല്ലാത്തിലും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഇത്ര പെട്ടെന്ന് ഇറങ്ങായോ? ജ്യൂസ് കൊടുക്ക ശ്രീദേവി. അയ്യോ വേണ്ട, ഞങ്ങൾ ഈ ലോക്കൽ വാട്ടർ ഉപയോഗിച്ചുള്ള ജ്യൂസ് കുടിക്കാറില്ല. ഇതൊക്കെ കുടിച്ചാ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലേ മായിച്ചി? ആ അമരാവതിയിൽ ഞങ്ങള് മിനറൽ വാട്ടർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാ, വേറൊന്നും വിചാരിക്കല്ലേ. കുളിക്കാനും അമരാവതിയില് മിനറൽ വാട്ടർ ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? ഈ മിനറൽ വാട്ടർ കുളിച്ചാ ശരീരത്തിൽ അഴുക്ക് പോവും, പക്ഷെ മനസ്സിൽ അഴുക്ക് പോവോ? അതെ, വേണമെങ്കിൽ കുടിച്ചാ മതി. അല്ലാതെ നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. ഒരു മിനറൽ വാട്ടർ കമ്പനി വന്നിരിക്കുന്നു. നീ തെറ്റിദ്ധരിക്കണ്ട, ഇവര് പറഞ്ഞത് സത്യമാ. ഇപ്പോഴത്തെ കാലത്ത് പുറത്തുനിന്നുള്ള ഒരു വെള്ളവും കുടിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. ഞങ്ങളതനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. ശീലമില്ലാത്തത് ഞങ്ങള് ചെയ്യാറില്ല. നീ ആ ശ്രീദേവി അല്ലേ, ആ ജോലിക്കാരി? അതെ, അവളെ ഇവിടുത്തെ ജോലിക്കാരിയല്ല, എന്റെ അടുത്തൊരു ബന്ധുവാ. ഇടയ്ക്ക് ഒരു സഹായത്തിന് വരും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ബന്ധുവാണല്ലേ? ഇവള് കുറച്ചു കാലം ഞങ്ങളുടെ തറവാട്ടിലെ ജോലിക്ക് നിന്നതാ. അമരാവതിയിലല്ല, എന്റെ അച്ഛന്റെ വീട്ടില്. അത് ശരി. അപ്പൊ നിന്റെ വീട്ടിലെ ജോലിക്കാരിയുടെ ബന്ധുവാണ് നമ്മുടെ ഭാവി അമ്മായിയമ്മ അല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു അന്തസ്സുണ്ട്. DKയുടെ ഭാഗ്യം അല്ലേ ജ്യോതി? അതെ, ഏത് ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ എപ്പോഴെങ്കിലും അമരാവതിയിൽ നിന്ന് ഇറക്കി വിട്ടാലേ നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഞങ്ങൾക്കതൊരിക്കലും വേണ്ടി വരില്ല. അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാ ഞങ്ങളൊക്കെ അമരാവതിയിലെത്തിയത്. പക്ഷേ രാജയോഗം ലഭിച്ചത് നിനക്കാ ജ്യോതി. DKയുടെ ഭാര്യാപദം, ഞങ്ങളുടെ അമ്മായിയമ്മ. അമരാവതിയിലെ പട്ടുമെത്തയിൽ സുഖശയനം, ചുറ്റിനും പരിചാരകർ. ആവശ്യപ്പെടുന്നതെന്തും നിനക്കവിടെ കിട്ടും. ഇതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ. എന്റെ മോൾക്ക് ഇതൊരു മഹാഭാഗ്യം തന്നെ. പക്ഷേ ചെറുക്കനെ അന്വേഷിച്ച് ഞങ്ങൾ അമരാവതിയിലേക്ക് വന്നതല്ല. DK തന്നെ എന്റെ മോളെ സ്വയം കണ്ടെത്തിയതാ. അതോർമ്മ വേണം. ഞങ്ങളതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അമരാവതിയിലും മകൾ അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ് തന്നെ ഇട്ടോണ്ട് വരണം. വില കുറഞ്ഞതാണെങ്കിലും നല്ല വസ്ത്രങ്ങളെ നിങ്ങൾക്ക് കാണുന്ന ഞങ്ങൾക്കറിയാം. പക്ഷേ അത് തന്നെ ഇട്ടോണ്ട് വന്നില്ലെങ്കിൽ DK ഞങ്ങളെ വഴക്കു പറയും. അതുകൊണ്ടാ, പ്ലീസ്. നിങ്ങൾ വില കുറഞ്ഞ വസ്ത്രം തിരിച്ചു വന്നാ അതിന്റെ നാണക്കേട് DKക്കാം. ആ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇറങ്ങട്ടെ? അയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ? മരുമോളൊന്ന് വന്നേ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? നീ കൈവിട്. നീ ഇങ്ങോട്ട് വാ മരുമോളെ, അമ്മായിയമ്മ നിനക്കൊരു സമ്മാനം തരാം. എന്ത് സമ്മാനം? അതൊക്കെ പറയാം, ഒന്നിങ്ങ് വാ. ഇങ്ങ് വാ മരുമോളെ, ഞാനല്ലേ വിളിക്കുന്നേ, നിന്റെ അമ്മായിയമ്മ. മോള് കോട്ടയത്ത് CMSലല്ലേ പഠിച്ചത്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനൊരു പത്രത്തിൽ പ്രൂഫ് റീഡർ ആയിരുന്നു. അന്ന് കോട്ടയത്ത് നടന്നൊരു ഫാഷൻ ഷോ മോൾക്ക് ഓർമ്മയുണ്ടോ? ആ ഫാഷൻ ഷോയിൽ ഡ്രസ് വാങ്ങാൻ പണമില്ലാതെ വാടകയ്ക്കെടുത്ത് ഡ്രസ്സുമായി പങ്കെടുത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള റിപ്പോർട്ട് പ്രൂഫ് നോക്കിയത് ഞാനാ. ഒപ്പം ഫോട്ടോയും ഉണ്ടായിരുന്നു. ഡ്രസ്സിന് വാടക കൊടുക്കാൻ കാശില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിന്ന ആ പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു പത്രത്തിലെ ഫ്രണ്ട് പേജിലെ ബോക്സ് ന്യൂസ്. ആ ചിത്രത്തിന് മോളുടെ നല്ല ഛായ ഉണ്ടായിരുന്നു. ഞാൻ ആ പത്രം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മോൾക്കത് കാണണോ? വേണ്ട, എനിക്ക് കാണണ്ട. തരച്ചി,
വാ നമുക്ക് പോ. എന്തായിരുന്നു അമ്മായിയമ്മ മരുമോളും കൂടി ഒരു രഹസ്യം പറച്ചില്? ഒന്നുമില്ല മമ്മി, ഞാൻ എന്റെ മരുമകൾക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തതാ അല്ലേ? എന്നാ മരുമോള് ചെല്ല്. എന്തിനാ മായച്ച ഇവിടെ വണ്ടി നിർത്തിച്ചത്? എന്താ ആലോചിക്കുന്നത്? എന്തായാലും കാര്യം പറ. അവളെ സൂക്ഷിക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപകടകാരിയാണ് അവൾ. അല്ല, അവള് മായേച്ചി എന്തിനകത്തേക്ക് വിളിച്ചോണ്ട് പോയത്? മായച്ചയോട് അവളെന്താ പറഞ്ഞത്? നീയൊക്കെ എന്താടി വിചാരിച്ചേ? ആ ഹിറ്റ്ലറെ കെട്ടാൻ ഞാൻ കാലില് മരുന്നും തേച്ച് പിന്നാലെ നടക്കാണെന്നോ? അയാളുടെ ഒരു കല്യാണ സാരിയും ആഭരണവും ആർക്ക് വേണം അയാളുടെ പത്രാസ്? ആ ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ അയാളുടെ ഭാര്യ ആവുന്നതിനേക്കാൾ വല്ല ട്രെയിനിന് തലവെച്ച് ചാവുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. നീ വിശ്വസിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ വിശ്വസിക്കണോന്ന് ആർക്കാ ഇത്ര നിർബന്ധം? എനിക്കൊരു കാര്യം അറിയോ? ഞാനല്ല, അയാളാണ് എന്റെ പിന്നാലെ വന്നത്. അമരാവതി അടക്കം അയാളുടെ സകല സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി തരാന്ന് വരെ ആ ഹിറ്റ്ലർ പറഞ്ഞതാ. എന്റെ സകല സ്വത്തുക്കളും ഞാൻ നിന്റെ പേരിൽ എഴുതിത്തരാം. ഇത് വെറും വാക്കല്ല, നിന്റെ ജീവിതത്തിന് അമരാവതിയിലെ DK നൽകുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ 3 മരുമക്കൾക്ക് അമ്മായിയമ്മയായിട്ട് വരാൻ എന്ത് യോഗ്യതയടി നിനക്കുള്ളത്? ആര് നിന്നെ അമരാവതിയിൽ രാജ്ഞിയായിട്ട് വാഴിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളത് തകർത്ത് തരിപ്പണമാക്കും. സമ്മതിക്കില്ല ഞങ്ങള്. നിനക്ക് തെറ്റിപ്പോയി മരുമോളെ. ഈ ജ്യോതി ഒന്ന് വിചാരിച്ച നാളെ ഞാൻ അമരാവതിയിലെ മഹാറാണി തന്നെ ആയിരിക്കും. പിന്നെ നീയൊക്കെ അമരാവതിയിൽ വേണോ അതോ പുറത്താക്കി പടിയടയ്ക്കണോന്ന് ഈ ഞാൻ തീരുമാനിക്കും. ഇപ്പൊ നിന്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ആ ഹിറ്റ്ലറെ വിവാഹം കഴിക്കാൻ ഞാൻ എന്തുകൊണ്ട് സമ്മതിച്ചൂന്ന്. അതൊരു കരാറാ, എഴുതപ്പെടാത്തൊരു കരാറ്. കരാറോ? അതെ. അതെന്തു തന്നെ ആയാലും നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലാന്ന് തുറന്നു പറഞ്ഞ് ഇതിന്ന് രക്ഷപ്പെട്ടൂടെ? എനിക്കത് ലംഘിക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല. എങ്കിൽ പിന്നെ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരു വഴിയേ ഉള്ളൂ. റിംഗ് എക്സ്ചേഞ്ചിന്റെ സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ തന്നെ പറയണം നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന്. അല്ലാതെ ഞങ്ങൾക്ക് അമ്മായിയമ്മയായി അമരാവതിയിലെ മരുമകളായി ജീവിക്കാമെന്ന് നീ വ്യാമോഹിക്കണ്ട. എന്റെ വിധി അതാണെങ്കിൽ അത് തന്നെ സംഭവിക്കും. അത് തടയാനോ അതിൽ നിന്ന് ഓടി ഒളിക്കാനോ എനിക്ക് കഴിയില്ല. എന്ന് കരുതി ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനെയോ മമ്മിയോ അപമാനിക്കാൻ ശ്രമിച്ച ഇത് വെച്ച് പള്ളക്ക് കയറ്റും ഞാൻ. മനസ്സിലായോ മരുമോളെ?
പറഞ്ഞതൊക്കെ മനസ്സിലായെങ്കിൽ വരുമോള് വാ. വാ. നടക്ക്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. DK അവളുടെ പിന്നാലെ ചെന്നോ? അമരാവതി അടക്കം സകല സ്വത്തുക്കളും എഴുതി കൊടുക്കാന്ന് DK പറഞ്ഞു പോലും. നുണയാ അത്. അവള് നമ്മളെ വിട്ടികളാക്കാൻ നോക്കാം അയച്ചി. ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്ത് അമരാവതിയിലെ മരുമകളാക്കാൻ മാത്രം അവൾ ആരാ? അത്രക്ക് എന്ത് മഹത്വം അവൾക്കുള്ളത്? അവള് പറഞ്ഞതില് കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. നമ്മൾ അറിയാത്ത എന്തോ ഒരടുപ്പം DKയ്ക്കും അവൾക്കും ഇടയിലുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് DK അവളും തമ്മിൽ കണ്ട് കൈപിടിച്ചു നിൽക്കുന്ന ഫോട്ടോ അതിന്റെ തെളിവാ. അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം കണക്കാം. തൊലി വെളുപ്പുള്ള പെണ്ണിന്റെ മുന്നിൽ പെട്ടുപോയാ പിന്നെ ഏത് വിശ്വാമിത്രന്റെയും തപസ്സുളകും. അത് ശരിയാ. DKയുടെ മനസ്സ് അവള് മാറ്റിക്കാണും. അവിനാഷ് പറഞ്ഞത് മറന്നുപോയോ? ഇത്രയും നാൾ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന DK എന്തുകൊണ്ട് ഈ 15 ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു? ആ ജ്യോതി എന്ന് പറയുന്ന പെണ്ണിനെ തന്നെ DK വിവാഹം കഴിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവൾ നിങ്ങളെ അപമാനിക്കും, ചവിട്ടി തേക്കും. സൂക്ഷിച്ചാ നിങ്ങൾക്ക് നല്ലത്. അത് മാത്രമല്ല മായച്ചി, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്ക് ചെന്ന് നിൽക്കുന്നത്. എന്തൊക്കെയോ ദുരൂഹതകൾ ആ ജ്യോതിയെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. എന്റെ ഏട്ടന് അവളെ നേരത്തെ അറിയാമായിരുന്നു എന്നാ തോന്നുന്നത്. ആർക്ക്? അവിനാഷിനോ? അതെ. മോതിരം കൂടാതെ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒന്ന് ആക്സിഡന്റലി എനിക്ക് അവളുടെ വീട്ടിൽ നിന്ന് കിട്ടി. ഇതെങ്ങനെ അവളുടെ മുറി വന്നു? അന്വേഷിക്കണം ചിത്രേ, രഹസ്യമായിട്ട് അന്വേഷിക്കണം. നിന്റെ ഏട്ടന് എന്താണ് അവളുമായിട്ടുള്ള ബന്ധമെന്നും DK എന്തുകൊണ്ടാണ് അവളിലേക്ക് അടുക്കാനുള്ള കാരണമെന്നും അന്വേഷിച്ച് തന്നെ അറിയണം. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അവിനാഷിന് അതേക്കുറിച്ച് അറിവുണ്ടാകണം. എന്തായാലും ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇതുകൊണ്ട് ചിലപ്പോ DKയും അവളെയും തമ്മിൽ തെറ്റിക്കാൻ നമുക്ക് സാധിക്കും. ആ മോതിരയുടെ ഈ മോതിരമാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. സുപ്രിയാന്റിയുടെ ഈ മോതിരം DK അവളെ ഏൽപ്പിച്ചത് അവളിലുള്ള വിശ്വാസം കൊണ്ടാണ്. മോതിരമില്ലാതെ റിംഗ് എക്സ്ചേഞ്ചിന് അവൾ എങ്ങനെ വരും? അഥവാ വന്നാ തന്നെ DK അവിടെ വെച്ച് അവളെ ആട്ടി പുറത്താക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വെച്ച് അവളുടെ ജാതകം നമ്മൾ തിരുത്തി എഴുതും. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. കർമ്മസിദ്ധാന്തം സർവർക്കും സാധകമാണ്. ഈ വിവാഹവും ആ നിയോഗത്താൽ തീരുമാനിക്കപ്പെട്ടതാണ്. തിരുമേനി പറഞ്ഞത് ശരിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാണ്.
മയിലിറ്റിൽ കണ്ണ, നീ എന്റെ മോനെ രക്ഷിച്ചു. പക്ഷേ ഒരു തടസ്സമുണ്ട്. എന്താ? ചില ഗ്രഹങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രുതാഭാവം പ്രശ്നവശാൽ കാണുന്നുണ്ട്. തൽക്കാലം അനുകൂല ഭാവത്തിൽ നിൽക്കുമെങ്കിലും ഭാവിയിൽ ആ ഗ്രഹങ്ങൾ ചതിക്കും. അത് സ്വയമേവ സംഭവിക്കുന്നതല്ല. പിന്നെ മറ്റു ചില ദുഷ്ടശക്തികളുടെ പ്രേരണയാൽ സംഭവിക്കുന്ന ശത്രുതയാണ്. അപകടകാരികളായ ആ ദുഷ്ടശക്തികൾ വലിയ നാശം വിതയ്ക്കും. തടസ്സങ്ങൾ നേരിടും, പക്ഷേ വിവാഹം നടക്കും. അതൊരിക്കലും സംഭവിക്കില്ല. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഇനിയും ചതിക്കും. ഒടുവിൽ ഈ വിവാഹം നടക്കില്ലെന്ന് അമ്മ അറിയും. അധിക സന്തോഷമൊന്നും വേണ്ട. ചിലപ്പോ നമ്മുടെ പ്ലാൻ പാളിപ്പോയെന്നും വരും. ഒരു മോതിരല്ലേ, ഒന്ന് പോയാൽ മറ്റൊന്ന് ഇടാനും മതിയല്ലോ. DKക്ക് ഇത് വെറും ഒരു മോതിരം മാത്രമാണെങ്കിൽ നീ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ ഈ മോതിരം അയാൾക്ക് സുപ്രിയാന്റിയുടെ ഓർമ്മകളാണ്. ഇയാൾ ഇനി എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കാതെ എത്ര പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്? ചിത്രേ, നിങ്ങൾ എന്താ കരുതിയത്? DK ആണ് നമ്മുടെ ശത്രുവെന്നോ? ഒരിക്കലുമല്ല. DK ഈ അമരാവതി വീട്ടിന്റെ നട്ടെല്ലാണ്, താങ്ങും തണലുമാണ്. ആ ബേക്കറിക്കാരിയെ പോലെ ഏതെങ്കിലും ഒരുത്തി വന്നു കയറി DKയുടെ ജീവിതം നശിക്കരുത്. അതുകൊണ്ടാ അവളെ നമ്മൾ എതിർക്കുന്നത്. അത് മറക്കരുത്. അപ്പോ DKയുടെ വിവാഹം നടക്കണമെന്നാണോ മായച്ചി പറയുന്നത്? അതെ, വിവാഹം നടക്കണം. പക്ഷേ അത് യോഗ്യയായ ഒരു പെണ്ണുമായിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ അനിയത്തി സിത്താരയ്ക്ക് എല്ലാ യോഗ്യതയുണ്ട്. പക്ഷെ ജ്യോതിയായുള്ള കല്യാണം മുടങ്ങിയാലേ അവളെ കൊണ്ടുവരാൻ പറ്റൂ. മുടങ്ങും. സുപ്രിയയുടെ മോതിരം ജ്യോതി നഷ്ടപ്പെടുത്തുന്നത് സുപ്രിയയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടേ DK വിചാരിക്കൂ. അയ്യോ, എന്താ മോതിരം വീണു? എവിടെ? താഴേക്ക് വീണെന്നാ തോന്നുന്നു. സാരി തുമ്പി കെട്ടിയിട്ട് കറക്കിയപ്പോഴേ എനിക്ക് തോന്നിയതാ. വാ നോക്കാം. കാണുന്നില്ലല്ലോ മായച്ചി. എവിടെ പോയി? ഇവിടെ എങ്ങാനും തന്നെ കാണും. നോക്കാം, വാ. എല്ലാം ശുഭമായി വരും. കൃഷ്ണ ഗുരുവായൂരപ്പ. ബേട്ടി എന്ത് പറ്റി? വാട്ട് യു ലുക്കിംഗ്? അല്ല, ഞാനും കൂടി നോക്കണോ? ഏയ് വേണ്ടമ്മേ. അല്ല, എന്താ കളഞ്ഞു പോയത്? അത് എന്റെ ഒരു മൂക്കുത്തി കളഞ്ഞു പോയമ്മേ. ആശോ, കഷ്ടമായി പോയല്ലോ. ഞാനും കൂടി നോക്കാം. അയ്യോ അമ്മേ, വേണ്ട, ഞങ്ങള് നോക്കിയെടുത്തോളാം. അമ്മ പോയി. ശരി, നടക്കട്ടെ. ലുക്ക് ലുക്ക്, വെരി കെയർഫുൾ. നോക്ക്. ഇതുപോലെ ഇതെന്തിനാ ഈ മോതിരം? എൻഗേജ്മെന്റ് DKക്കിടെ. നിങ്ങൾ എന്തൊരു അധികപ്പറ്റായി കാണിച്ചേ. ഈ മോതിരം വാങ്ങിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങോട്ടിടാനുള്ള മോതിരം DK തന്നെ ഇവിടെ കൊണ്ട് നേൽപ്പിച്ചില്ലേ? അത് മറന്നുപോയോ? മറന്നതല്ല,
ഞാൻ കണക്ക് കൂട്ടി തന്നെയാ ഇത് വാങ്ങിച്ചത്. അവര് വലിയ പണക്കാരാ, സമ്മതിച്ചു. പക്ഷെ നമ്മൾ അവരുടെ മുമ്പിൽ കുറയാൻ പാടില്ല. ചെറുക്കന്റെ കയ്യിൽ മോതിരം ഇടേണ്ടത് പെണ്ണു വീട്ടുകാരുടെ കടമയാ. അച്ഛൻ പറഞ്ഞത് ശരി. ഡിക്കുള്ള മോതിരം നമ്മൾ തന്നെ ഇടണം. എന്തിന്? ഒരു നിശ്ചയത്തിന് 2 മോതിരം ഇടുന്ന എന്തിനാ? ദേ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് വരണ്ട. ഇനി ഇതും കൊണ്ട് ചെന്നിട്ട് വേണം അതിന്റെ പേരിൽ ഇവിടെ തർക്കവും കുഴപ്പമൊക്കെ ഉണ്ടാവാൻ. ആ, എന്നാലും വാങ്ങിച്ചല്ലേ, ഇത് ഞാൻ സൂക്ഷിച്ചോളാം. വേണ്ട മോളെ, ഇത് വെച്ചോ. DK ഏൽപ്പിച്ച മോതിരം ഇടുന്നതിന്റെ കൂടെ ഇതും കൂടെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. മോൾ ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോ. ഓ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ആ, ദേ, ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞേക്കാം. ആശാലതേ, ഒരു അച്ഛന്റെ കടമയാണിത്. അതിന്റെ പേരിൽ വരുന്ന ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞോളാം. മോളെ കൊണ്ടുവച്ചോ, ചെല്.